ദേവാമൃതം. ദേവാമൃതത്തിലിനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1194 ആണ്ട് കുംഭമാസം 23 തീയതി, അതായത് 2019 മാർച്ച് 7 വ്യാഴാഴ്ച. നക്ഷത്രം പൂരുരുട്ടാതി. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയതും 42 വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. സ്വാഗതം ശർമാജി, നമുക്ക് കത്തിലേക്ക് കിടക്കാമല്ലേ? പത്തനംതിട്ടയിൽ നിന്ന് വിജയപ്പൻ എഴുതുന്നു. വിജയപ്പൻ എന്താ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായി കച്ചവടം വളരെ മോശമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ട്. വാടക കൊടുക്കാത്തതിനാൽ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കുവാനുള്ള കടയുടമയുടെ നിർബന്ധവും ഉണ്ട്. വീടിന്റെ ലോൺ എല്ലാം കൂടി വളരെയധികം പ്രയാസം നേരിടുന്നു. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? എങ്ങനെ ഇത് മാറിക്കിട്ടും? പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, സാത്താൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞ പോലെ പൊതുവേ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ബിസിനസ്സുകളെല്ലാം കുറച്ച് GST പ്രശ്നങ്ങൾ. അതിൻ്റെ കൂടെ വിജയപ്പൻ്റെ കന്നിക്കൂറാണ്. കന്നിക്കൂറുകാരുടെയൊക്കെ കഴിഞ്ഞ മാസമൊക്കെ 1-2 കത്തുകൾ ഇതുപോലെ ബിസിനസ്സുകാരുടെയൊക്കെ അതുപോലെ തന്നെ വിടും വിജയപ്പൻ്റെ കാര്യവും. ഇത് മൊത്തത്തിൽ അങ്ങനെ സമയങ്ങളൊക്കെ ബിസിനസ്സുകാർക്ക് മോശങ്ങളാണ് എങ്കിലും കന്നിക്കൂറുകാർക്ക് എങ്ങനെ ഇത് എത്ര കാലം ഈ ദോഷങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് വിജയപ്പൻ്റെ ഉൾപ്പെടെ 2019 നവംബർ മാസം വരെ വ്യാജഗ്രഹം 3-ാം ഭാവത്തിലും, അതുപോലെ തന്നെ 2020 ജനുവരി 24 തീയതി വരെ സുഖ മാതൃ സ്ഥാപന സ്ഥാനത്ത് ശനിയും നിൽക്കുകയാണ്. ശനി ഗ്രഹം എവിടെ നിൽക്കുന്നു അവിടെ മന്ദീഭവിപ്പിക്കും. മന്ദീഭാവമാണ് ഇപ്പം കച്ചവടത്തിന് കാണുന്നത്. അതായത് കച്ചവടം ഇല്ല. അപ്പം കച്ചവടം കിട്ടിയെങ്കിലല്ലേ അതിനകത്ത് ലാഭവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ, പണം ഉണ്ടാവുള്ളൂ. വ്യാഴം 3-ാം ഭാവത്തിലുള്ള നിന്ന് കഴിയുമ്പോൾ അതിനെ എത്ര കണ്ട് സുഗമമായിട്ട് പോകുന്ന കച്ചവടക്കാർക്കാണെങ്കിൽ പോലും, ലാഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും, ഗവൺമെൻറ് ജോലിക്കാരാണ്, പ്രൈവറ്റ് ജോലിക്കാരാണ്, വിദേശ ജോലിക്കാരാണ് എങ്കിൽ പോലും വേണ്ട ധനങ്ങളെല്ലാം കുടുംബപരമായിട്ട് സമ്പാദിച്ച് വെച്ചവർക്കാണെങ്കിൽ പോലും ഈ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്ന കാലം മുടിഞ്ഞു വാഴും, മാനം കെടുത്തും, മുറവിളി കൂട്ടും, മരണം കായ്ക്കും. അതായത് മാനാഭിമാനം പോകുന്ന രീതിയിലായിരിക്കും തൊഴിൽ രംഗം. മാനാഭിമാനം പോകാനായിട്ട് പല മാർഗങ്ങളുണ്ട്. സാമ്പത്തിക ക്ഷീണം മാത്രമല്ല, ഏതെങ്കിലും കൈക്കൂലി അതമ്മ ജോലിക്കാരാണെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ മിന്ന പരിശോധനകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ കണ്ടിട്ട് അതിൻ്റെ പേരിൽ മാനാഭിമാനത്തിന് നഷ്ടം വരാം. സസ്പെൻഷൻ, ഡിസ്മിസ്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്തെങ്കിലും പീഡന കേസുകൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റവാളികളുടെ കൂടെ അവരെ സഹായിച്ചു, അവരെ ഒതുക്കാൻ ശ്രമിച്ചു, അവരെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചു, സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വരാം. അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം വരാം. അല്ലെങ്കിൽ കയ്യബദ്ധം കൊണ്ടുവരാം. വിവിധ രീതികളിൽ തൊഴിൽ രംഗങ്ങളിൽ മാനം പോകുന്ന, മുറവിളി കൂട്ടുന്ന, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കോ ഉപദ്രവിക്കരുതേ എന്ന് വിലപിക്കേണ്ട രംഗങ്ങൾ വരുത്തുന്ന തൊഴിൽ രംഗം, അത് പ്രത്യേകിച്ച് കച്ചവട രംഗങ്ങളൊക്കെ 3-1 ചുരുങ്ങും. എത്ര വലിയ കച്ചവടക്കാർ, അതാണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ. ദുർബലയായ ശരീരത്തിൽ ഗർഭിണിയും കൂടി ആണെങ്കിലത്തെ ദുരിതവും പിന്നെ പിശാചിൻ്റെ ഉപദ്രവം കൂടെ വന്നു കഴിഞ്ഞാൽ എന്താത്ത ശല്യവും കൂടെ വെച്ച് തുലനം ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു ഗ്രഹനിലയിൽ ജാതകത്തിൽ വ്യാജഗ്രഹവും ശനിഗ്രഹവും വിപരീതമായിട്ട് നിൽക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് കന്നിക്കൂർ വ്യാജഗ്രഹം 3-ാം ഭാവത്തിലും 2019 നവംബർ കഴിഞ്ഞാൽ 4-ാം ഭാവത്തിലേക്കുമൊക്കെ വരുന്നു. 4-ാം ഭാവത്തിലും വലിയ ഗുണമൊന്നുമില്ല എങ്കിലും വ്യാജക്ഷേത്രത്തിലേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുമ്പോൾ അവനവൻ്റെ വീട്ടിലോട്ട് ചെന്ന് പ്രവേശിക്കുന്ന പോലത്തെ ഒരു അനുഭൂതി ഉണ്ടാവും. അതിൻ്റെതായ ചില നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മന്ദീഭാവത്തിൽ നിൽക്കുന്ന ശനി, സുഖസ്ഥാനത്ത് മന്ദീഭവിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മാതൃസ്ഥാനത്ത് മന്ദീഭവിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന ശനി, അത് പഞ്ചമത്തിലേക്ക് മാറും. അതായത് സന്താനത്തിൻ്റെ സ്ഥാനത്തേക്കോ
മറ്റേതെങ്കിലും മനസ്സിൻ്റെ വ്യാപാര കേന്ദ്രങ്ങളിലേക്കോ ആ ശനി മാറ്റപ്പെടും. അപ്പോൾ വീണ്ടും ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ പോലെ, അല്ലെ ഇടത്തെ കാലിലെ വേദന വലത്തെ കാലിലേക്ക് വരുന്നു. മറ്റൊരു തരത്തിൽ മക്കളിലേക്കോ മരുമക്കളിലേക്കോ മറ്റെന്തെങ്കിലും മാനാഭിമാന പ്രശ്നങ്ങളിലേക്കോ ശനി മാറി നിന്നും കൊണ്ട് ഇപ്പോഴത്തെ ദുരിതം തൊഴിലിലെയും ബിസിനസ്സിലെയും കുടുംബത്തിലെയും ബന്ധുജനങ്ങളുടെയും സ്വന്തം ജനങ്ങളുടെയും മക്കളുടെയും മരുമക്കളുടെയും മാതാപിതാക്കളുടെയും മനപ്രയാസങ്ങൾ ഈ രാശിയിൽപ്പെട്ട് അനുഭവിക്കുന്നവർ അവർക്ക് ഒരു വ്യത്യാസം വരുന്ന നവംബർ മാസം മുതൽ ഉണ്ടാവും. ഒരു മാറ്റം, ഒരു പനിഷ്മെൻറ്റോട് കൂടിയ ഒരു ട്രാൻസ്ഫറൊക്കെ ആ സമയത്തുണ്ടാവും. അപ്പം ജോലി നഷ്ടപ്പെടാതെ, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ കുറേ കൂടെ അവർ പണം മുടക്കി കുറേ കൂടെ ഇനി ഈ ബിസിനസ് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മറ്റെന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് കണ്ട് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് മറ്റെന്തെങ്കിലും ബിസിനസ്സുകളിലെ ചേർത്ത് ലാഭം ഉണ്ടാക്കുവാനായി ശ്രമിക്കുകയും അവ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്, വിജയപ്പന് സംഭവിച്ചിരിക്കുന്ന വരുന്ന നവംബർ മാസം കൊണ്ട് ഒരല്പം രക്ഷാസ്ഥാനം ഉണ്ടാവും. മാനസിക പ്രയാസങ്ങൾ മക്കളിലേക്കും മരുമക്കളിലേക്കും മറ്റേതെങ്കിലും തരത്തിൽ ഈ കഴിഞ്ഞു പോയ 1.5 വർഷത്തെ നഷ്ടകഷ്ടങ്ങളെ ചൊല്ലിയായിരിക്കും മനസ്സിന് ആവലാതിയും വേവലാതിയും. സ്വർണ്ണമൊക്കെ ചിലപ്പോൾ പണയം വെച്ചെന്ന് വരും, ലോണൊക്കെ എടുത്തെന്ന് വരും, കുടുംബിനിയുടെ അല്ലെ ഭാര്യയുടെയൊക്കെ പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. ആ ഒരു പ്രയാസങ്ങളൊഴികെ ബാക്കി കാര്യങ്ങളെല്ലാം ഈ കന്നിക്കൂറുകാർക്ക് ഇപ്പം പരിഭവവും പരാതികളും ഇപ്പോൾ ഉണ്ട്. അത് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകുക. ശനിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുക, ശാസ്താഭജനം, നെയ്വിളക്ക് കത്തിക്കുക ശനിയാഴ്ച ഒരിക്കൽ. അതുപോലെ തന്നെ വ്യാഴാഴ്ച കഴിവതും സസ്യാഹാരാദികളൊക്കെ കഴിച്ച് ഒരു നേരമെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് അന്നദാനം ചെയ്യുക. അവനവൻ കഴിക്കേണ്ട ആഹാരം വേണം അന്നദാനം ചെയ്യാനായിട്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു വഴിപാട് പോലെ കാട്ടിക്കൂട്ടി വെച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സറിഞ്ഞ് തന്നെ സഹായിക്കണം. വിഷ്ണുക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച തോറും വരുന്ന നവംബർ മാസം വരെ നടത്തുക. 2020 ജനുവരി മാസം 24-ാം തീയതി വരെ ശനിയാഴ്ച ഒരിക്കൽ ശനിപ്രീതി, കാരുണ്യ പ്രവർത്തനങ്ങൾ, ശനി ഹോമാദികൾ ഒക്കെ ചെയ്ത് കാഠിന്യങ്ങൾ മാറ്റാം. ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്ത് മാറ്റുന്നതുകൊണ്ട് വൻകിട പ്രോജക്റ്റ് ചെയ്യുന്നവർ കുറേ കൂടെ ഗൗരവതരമായ രീതിയിൽ ഈ 2 ദിവസവും പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. ഏതായിരുന്നാലും 2019 നവംബർ മാസത്തോടെ 90% കാഠിന്യം തൊഴിൽ രംഗത്തെയും കുടുംബരംഗത്തെയും അഭിമാന പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ്. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.